കാരണം ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഫോണ് എങ്ങനെ സ്പീഡപ്പ് ആക്കാം. പല ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ടൈം എടുക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി എടുക്കാൻ വേണ്ടി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്രോമിൽ പോവാം. ക്രോമിൽ പോയാൽ നമുക്ക് 3 ഡോട്ട് ഓപ്ഷൻ വരും. അതിൽ ടച്ച് ചെയ്യുക. സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ടച്ച് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സൈറ്റ് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യുക. ഞാനിതിപ്പം ക്ലീൻ ആക്കിയിട്ടേ ഉള്ളൂ. അത് ഏറ്റവും താഴെ ഡാറ്റ സ്റ്റോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ടച്ച് ചെയ്യുക. ഇപ്പോൾ ഞാൻ ക്ലീൻ ആക്കിയതിന് ശേഷം ഒന്ന് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഡെലിറ്റ് ആൾ ഡാറ്റ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഒരുപാട് നിറഞ്ഞ് കിടക്കുന്നുണ്ടാവും. അതൊക്കെ ഡെലിറ്റ് ചെയ്യുക. ഡെലിറ്റ് ചെയ്ത് കൊടുക്കുക. ഡെലിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സ്പീഡപ്പ് കൂടും. നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അത്ര ടൈം എടുക്കില്ല. അതുകൂടാതെ നമുക്ക് സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയതിന് ശേഷം ഏറ്റവും താഴെ പോവുക. എബൌട്ട് ഫോണിൽ ടച്ച് ചെയ്യുക. നമ്മുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ഇൻഫർമേഷനിൽ പോവാം. ബിൽഡ് നമ്പർ എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ കണ്ടു കാണും. പലരും പല നമ്പർ MI നമ്പറിനോ അങ്ങനെ പലതായിരിക്കും. അതിൽ 7 പ്രാവശ്യം ടച്ച് ചെയ്യുക. ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പണായി. അതിനുശേഷം നമ്മൾ വീണ്ടും ഡെവലപ്പർ സെർച്ച് ചെയ്യാം. ഡെവലപ്പർ സെർച്ച് ചെയ്തു. ഇവിടെ ക്വിക്ക് സെറ്റിംഗ് ഡെവലപ്പർ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ വരും. അവിടെ ടച്ച് ചെയ്യാം. ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ താഴോട്ട് പോവാം. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ട്രാൻസാക്ഷൻ അനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിൽ, സിമുലേറ്റ് സെക്കൻഡറീസ് ഡിസ്പ്ലേസ്. ഈ 3 ഓപ്ഷനും ഈ 3 ഓപ്ഷൻ ടച്ച് ചെയ്യുക. ഇത് ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ എനിക്ക് അനിമേഷൻ സ്കെയിൽ 1:x ആണ്. അത് നമ്മൾ ഓഫിലേക്കാക്കി മാറ്റുക. ഓഫിൽ കൊടുത്തു. അതിനുശേഷം വീണ്ടും താഴെ അനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിൽ ടച്ച് ചെയ്യുക. ഇതും ഓഫ് ചെയ്യുക. അതിനുശേഷം സിമുലേറ്റ് സെക്കൻഡറി സ്കെയിലിൽ അതും ടച്ച് ചെയ്യുക. അതും ഓഫ് ചെയ്യുക. നണ്ണാക്കി മാറ്റുക. അത് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫാസ്റ്റായിട്ട് കണ്ടോ, ഇതൊക്കെ ഫാസ്റ്റായിട്ട് പോകും. ചില സമയത്ത് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് ചെയ്താൽ അത്രയും ടൈം എടുക്കില്ല. നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് തന്നെ എല്ലാ ആപ്ലിക്കേഷനും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ റേഞ്ചിൻ്റെ കുറവുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം ഫാസ്റ്റായിട്ട് ഇപ്പം ആയി വരുന്നതേ ഉള്ളൂ. അങ്ങനെ നിങ്ങളുടെ എല്ലാ ഫയലുകളും ഡിലീറ്റ് ചെയ്തതിന് ശേഷം, ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് താഴെ. അത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ